ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ജാതകർക്ക് ഗ്രഹനിലയിൽ നിൽക്കുന്ന ബുധൻ നൽകുന്ന വിശേഷ ഫലങ്ങളും ബുധൻ്റെ പ്രത്യേകമായിട്ടുള്ള ഓരോ രാശി സ്ഥിതികളിലെ ഫലങ്ങളും 12 ഭാവങ്ങളിലെ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ജാതകർക്ക് ബുധൻ്റെ ദശാകാലം 17 വർഷമാണ്. ഈ 17 വർഷത്തിൽ പൊതുവായി ബുധൻ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു ദശാകാലം ആയിരിക്കും. വിദ്യാഗുണം, ഇടപാടുകളിൽ ധനലാഭങ്ങൾ, വിദ്വാൻമാരുടെ അഭിനന്ദനങ്ങൾ, അതുപോലെ ജാതകന് ഉദ്യോഗം ലഭിക്കേണ്ടുന്ന പ്രായപരിധിയിലാണെങ്കിൽ ഉദ്യോഗ ലബ്ധി, കീർത്തി, സാഹിത്യ പ്രവർത്തനങ്ങൾ അഥവാ സാഹിത്യ പ്രവർത്തനങ്ങളോട് താൽപ്പര്യം, ഭാഗ്യ അഭിവൃദ്ധി, ഗ്രഹ നിർമ്മാണം, ഭൂമി ലാഭം തുടങ്ങിയ ഗുണഫലങ്ങളാണ് ജാതകർക്ക് ബുധൻ്റെ ദശാകാലത്ത് സംഭവിക്കുന്നത്. ഗ്രഹനിലയിൽ ബുധൻ ബലവാനായി നിൽക്കുന്നു എങ്കിൽ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങളും വളരെ ഉത്കൃഷ്ടങ്ങളായിരിക്കും. എന്നാൽ ബുധൻ ബലഹീനൻ ആയിരിക്കുന്നു എങ്കിൽ ജാതകർക്ക് ഉന്മാദം, മനസ്സിന് ക്ലേശം, അറിവില്ലായ്ക തുടങ്ങിയ ദോഷഫലങ്ങളുമാണ് ബുധൻ്റെ ദശാകാലത്ത് പൊതുവെ അനുഭവം ആകുന്നത്. ബുധൻ്റെ ആരോഹിണിയായിട്ടുള്ള ദശാകാലം പൊതുവെ ശ്രേയസ്കരം ആയിരിക്കും. അതുപോലെ അവരോഹിണി ആയിട്ടുള്ള ദശാകാലം വിദ്യാഭ്യാസപരമായ കാര്യത്തിന് പൊതുവെ തടസ്സങ്ങളും ഉണ്ടാക്കുന്ന കാലഘട്ടമായിരിക്കും. ബുധൻ നീചാവസ്ഥയിൽ നിന്ന് ഉച്ചാവസ്ഥയിലേക്ക് പോകുമ്പോൾ അവരോഹിണിയും ആരോഹിണിയും, അതുപോലെ ഉച്ചാവസ്ഥയിൽ നിന്നും നീച അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവരോഹിണിയും, ഇതാണ് അതിൻ്റെ ക്രമം. ബുധൻ മറ്റൊരു ഉച്ചനായിട്ടുള്ള ഗ്രഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ബുധൻ്റെ ദശാകാലം വളരെ ശ്രേഷ്ഠമായ കാലമായിരിക്കും. അതായത് ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രഹത്തോട് ചേർന്നാണ് ബുധൻ യോഗം ചെയ്ത് ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ ആ ജാതകർക്ക് ബുധൻ്റെ ദശാകാലം വളരെ ശ്രേഷ്ഠതരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന കാലമായിരിക്കും. അതുപോലെ ഉച്ചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ജാതകർക്ക് നല്ല ധനപുഷ്ടി ഉണ്ടാകുക, വിദ്യാലാഭം ഉണ്ടാകുക, അതുപോലെ യശസ്സും കീർത്തിയും ഉണ്ടാകുക, ഭൂമി ലാഭം, അതായത് വീട് വയ്ക്കുന്നതിനും കാർഷിക ആവശ്യത്തിനുമൊക്കെയുള്ള ഭൂമി വാങ്ങിക്കുവാൻ സാധിക്കുക, വിവാഹിതരാവാത്തവർക്ക് വിവാഹം തുടങ്ങിയ ഗുണഫലങ്ങളാണ് ഉച്ചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത്, അതായത് ഗ്രഹനിലയിൽ ബുധൻ കന്നി രാശിയിൽ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന ശുഭഫലങ്ങൾ. അതുപോലെ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ധനധാന്യങ്ങൾ വർദ്ധിക്കും.
അതുപോലെ ക്രയവിക്രയങ്ങൾ കൊണ്ട്, അതായത് കച്ചവടങ്ങൾ കൊണ്ട് ധാരാളം ധനം ആർജിക്കാൻ സാധിക്കുകയും ചെയ്യും. സ്വക്ഷേത്രം എന്ന് പറയുന്നത് ബുധന് മിഥുനം രാശിയും കന്നി രാശിയുമാണ്. ഈ രണ്ട് രാശികളിൽ ജനന സമയത്ത് ബുധൻ നിൽക്കുന്ന ജാതകർക്ക് മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾ അനുഭവം ആകും ബുധന്റെ ദശാകാലത്ത്. അടുത്തത്, ജനന സമയത്ത് മൗഢ്യമുള്ള ബുധന്റെ ദശാകാലത്ത്, അതായത് ജനന സമയത്ത് ബുധന് മൗഢ്യം ഉണ്ട് എങ്കിൽ ആ ബുധന്റെ ദശാകാലത്ത് മാനസികമായിട്ടുള്ള പലവിധങ്ങളായ ബലഹീനതകളും വിദ്യാഭ്യാസ തടസ്സങ്ങളും ധനനാശം, ദേഹ ദുരിതം തുടങ്ങിയ അശുഭ ഫലങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് മൗഢ്യം ഉണ്ടാകുമ്പോൾ ഗ്രഹത്തിന് ബലമില്ലാതെ വരുന്നു എന്നതാണ്. അടുത്തത്, നീച രാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലം, അതായത് ജനന സമയത്ത് ഗ്രഹനിലയിൽ ബുധൻ മീനം രാശിയിൽ നിൽക്കുന്നു എങ്കിൽ ആ ജാതകർക്ക് ബുധന്റെ ദശാകാലം വരുമ്പോൾ സ്ഥാനഭ്രംശം, അതായത് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നും എല്ലാ വിധത്തിലും പതനമുണ്ടാകുക, അതുപോലെ വേണ്ടപ്പെട്ടവരുമായി വിരഹമുണ്ടാകുക, വിദ്യാഭ്യാസത്തിൽ പരാജയം സംഭവിക്കുക തുടങ്ങിയ അശുഭങ്ങളാണ് നീച രാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക് സംഭവിക്കുക. അടുത്തത്, ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയും പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിൽക്കുന്ന ബുധന്റെ ദശയും അത്യന്തം ദോഷപ്രദങ്ങളായിട്ടുള്ള ദശാകാലങ്ങളാണ്. അടുത്തത്, ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലം ജാതകർക്ക് വളരെ അധികം ശോഭനമായിട്ടുള്ള കാലമായിരിക്കും. അതായത് ജാതകത്തിലെ ഗ്രഹനിലയിൽ ബുധൻ ജനന സമയത്ത് ബന്ധു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ശുഭങ്ങളായിട്ടുള്ള ധാരാളം ഫലങ്ങൾ ജാതകർക്ക് ബുധന്റെ ദശാകാലത്ത് വന്ന് ചേരും. അടുത്തത്, കേന്ദ്രത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ, കേന്ദ്രം എന്ന് പറയുന്നത് ലഗ്നാലും ചന്ദ്രാലും 1, 4, 7, 10 എന്നീ ഭാവങ്ങളാണ് കേന്ദ്രഭാവങ്ങൾ. ഈ കേന്ദ്രഭാവങ്ങളിൽ ഒന്നിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ ആ ജാതകർക്ക് ബുധന്റെ ദശാകാലത്ത് പലവിധങ്ങളായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ലഭ്യമാകുകയും ഉദ്യോഗത്തിൽ ഔന്നത്യം ഉണ്ടാകുകയും ജാതകൻ അവിവാഹിതനാണെങ്കിൽ ആ കാലത്ത് വിവാഹവും നടക്കുന്നതാണ്. ഇവിടെ സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല. അടുത്തത്, ലഗ്നത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത്, അതായത് ജനന സമയത്ത് ബുധൻ ലഗ്നഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകർക്ക് ബുധന്റെ ദശാകാലത്ത് വളരെ വലിയ കീർത്തിയും ധനലാഭങ്ങളും മനസ്സന്തോഷം മുതലായ ശുഭഫലങ്ങളാണ് ആ കാലത്ത് അനുഭവം ആകുന്നത്. അതായത് ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്നത് ജാതകർക്ക് നല്ലതാണ് എന്നതാണ് അതിൻ്റെ സാരം. അടുത്തത്, 2ാം ഭാവത്തിൽ, അതായത് ലഗ്നം മുതൽ 2ാം ഭാവത്തിൽ ജനന സമയത്ത് ഗ്രഹനിലയിൽ ബുധൻ നിൽക്കുന്നുവെങ്കിൽ ബുധന്റെ ദശാകാലം വരുമ്പോൾ ആ ജാതകർക്ക് വിദ്യാഭ്യാസ ഗുണം, അതുപോലെ ധനലാഭം, യശസ്, വിദ്വാൻമാരുടെ അഭിനന്ദനം, ഉദ്യോഗത്തിൽ പ്രമോഷൻ അല്ലെങ്കിൽ ഉയർന്ന പദവികൾ ലഭ്യമാകുക തുടങ്ങിയ ശുഭഫലങ്ങളാണ് ആ കാലത്ത് ജാതകർക്ക് വന്ന് ചേരുന്നത്. അടുത്തത്, 3ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് അപമാനം സംഭവിക്കും. അതായത് ജനന സമയത്ത് ബുധൻ ഗ്രഹനിലയിൽ നിൽക്കുന്നത് 3ാം ഭാവത്തിലാണ് എങ്കിൽ ആ ബുധന്റെ ദശാകാലത്ത് അപമാനിതനാവാനുള്ള
എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ കൈകളിൽ നിന്ന് വരും എന്നതാണ് അതിൻ്റെ സാരം. എന്നാൽ ഈ ജാതകർക്ക് ഈ കാലത്ത് സഹോദരന്മാരിൽ നിന്നും നല്ല ഗുണം ലഭിക്കുകയും ചെയ്യും. അതുപോലെ ജനനസമയത്ത് ഗ്രഹനിലയിൽ 4-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ ആ ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക് കുടുംബ സംബന്ധമായിട്ടുള്ള പല നാശങ്ങളും സംഭവിക്കും. കുടുംബം വിട്ട് വിദേശത്തേക്ക് പോകാനുള്ള, അതായത് വിദേശങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള ഇടവരും. ആ കാലത്ത് അവിവാഹിതനാണ് എങ്കിൽ വിവാഹം നടക്കാനുള്ള കാലവുമാണ്. ഉദ്യോഗ സംബന്ധമായിട്ടുള്ള പലവിധങ്ങളായിട്ടുള്ള കുഴപ്പങ്ങളിലും ഈ ജാതകർ ചെന്ന് ചാടും. ബുധൻ ലഗ്നാധിപനാണെങ്കിൽ ഈ ദോഷം ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നത് പ്രമാണമാണ്. ആ ജാതകർക്ക് ഐശ്വര്യവും വിദ്യാവിജയവും ജീവിതത്തിൽ ഔന്നത്യവും ഒക്കെ ബുധന്റെ ഈ ദശാകാലത്ത് സംഭവിക്കും. 4-ാമിടത്ത് ബുധന്റെ സ്ഥിതി എന്ന് പറയുന്നത് പൊതുവെ അശുഭകരമാണ്. എന്നാൽ ആ ബുധൻ ലഗ്നാധിപനാണെങ്കിൽ ഈ വക ദോഷങ്ങളൊന്നും തന്നെ ജാതകർക്ക് സംഭവിക്കുകയില്ല എന്നതാണ്. അടുത്തത് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലം. അതായത് ജാതകർക്ക് ജനന സമയത്ത് ഗ്രഹനിലയിൽ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകർക്ക് ബുധന്റെ ദശാകാലം വരുമ്പോൾ പലവിധങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വരും. എന്നാലും ഉദ്യോഗമുള്ളവർക്ക് അതിൽ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല എന്നതാണ്. ഉദ്യോഗം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലായിരുന്നാലും അതുപോലെ സർക്കാർ മേഖലയിലായിരുന്നാലും മാന്യമായ ഉദ്യോഗമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും തന്നെ, ഉദ്യോഗ സംബന്ധമായ കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല എന്നതാണ്. അടുത്തത് ജനന സമയത്ത് ഗ്രഹനിലയിൽ 6-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ ജാതകർക്ക് ആ ബുധന്റെ ദശാകാലത്ത് ത്വക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ, അതായത് ത്വക്ക് രോഗങ്ങൾ, ചൊറി, ചിരങ്ങ് മുതലായിട്ടുള്ള ത്വക്ക് രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു ഭവിച്ചു എന്നിരിക്കും. അതായത് 6-ാമിടം രോഗഭാവമാണ്. അവിടെ ബുധൻ നിൽക്കുമ്പോൾ, 6-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ വന്ന് ചേരും. അടുത്തത് അഷ്ടമത്തിലും 12-ാം ഭാവത്തിലും നിൽക്കുന്ന ബുധന്റെ ദശയിലും, അതായത് അഷ്ടമം എന്ന് പറയുന്നത് 8-ാം ഭാവം, 12-ാം ഭാവത്തിലും നിൽക്കുന്ന ബുധന്റെ ദശാകാലത്തും അനുഭവങ്ങൾ മേൽ പറഞ്ഞത് തന്നെയായിരിക്കും. അതായത് 6, 8, 12 എന്നീ 3 ഭാവങ്ങളിലും ജനന സമയത്ത് നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക് മേൽ പറഞ്ഞതായിട്ടുള്ള അശുഭങ്ങൾ, അതായത് ത്വക്ക് രോഗങ്ങളാണ് ആ സമയത്ത് കാര്യമായിട്ട് അനുഭവം ആകുന്നത്. അതേപോലെ ബുധന്റെ ഈ ദശ മറ്റു വിധത്തിൽ പല ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതും ആയിരിക്കും. അതായത് കീർത്തി, ധനം മുതലായ കാര്യങ്ങൾ ഉണ്ടാകും. അശുഭങ്ങളായിട്ട് സന്താനങ്ങൾ വെറുക്കും, അതായത് മക്കൾക്ക് നമ്മളോട് വെറുപ്പ് തോന്നും. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും. അവരുമായി മനസ്സുകൊണ്ട് വല്ലാതെ അങ്ങ് അകലുകയും ചെയ്യും എന്നതാണ്. താനുണ്ടാക്കിയ സ്വത്തുക്കൾ കുറെ കൈവിട്ട് പോകുകയും ചെയ്യും. ആ കാലത്ത് ആരെങ്കിലുമൊക്കെ ആയിട്ട് സ്വത്തുക്കൾ അപഹരിക്കും എന്നതാണ്. മക്കളുമായും ആ തരത്തിലൊക്കെയുള്ള അശുഭ ബന്ധങ്ങളാവും ആ കാലഘട്ടത്തിൽ വന്നു ചേരുക. അതുപോലെ ആ കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ പരിശ്രമിക്കാനുള്ള ഒരു ത്വര ജാതകർക്ക് വന്ന് ചേരും. അതുപോലെ ആരോഗ്യത്തിന് ഹാനി സംഭവിക്കുകയും ചെയ്യും. മനസ്സിനും ഹാനി, അതായത് മനോസുഖം ഇല്ലാതെ വരികയും ചെയ്യും എന്നതാണ്. അടുത്തത് ജനന സമയത്ത് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക്
വിദ്യാഗുണം, കളത്ര പുത്രാദികളെ കൊണ്ടുള്ള സുഖം, അതായത് ഭാര്യ ആണെങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ചും സന്താനങ്ങളെ കൊണ്ടുമുള്ള സുഖം, ഭർത്താവാണെങ്കിൽ നേരെ തിരിച്ച് ഭാര്യയെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ഉള്ള സുഖം അനുഭവിക്കുവാനും നല്ല ഖ്യാതി ഉണ്ടാകുവാനും നല്ല സൽപ്പേര് ഉണ്ടാകുകയും ചെയ്യും. അടുത്തത് 9-ാമിടത്ത് നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത്, അതായത് ജാതകത്തിലെ ഗ്രഹനിലയിൽ ജനന സമയത്ത് ബുധൻ നിൽക്കുന്നത് 9-ാം ഭാവത്തിലെങ്കിൽ ആ ബുധൻ്റെ ദശാകാലം ജാതകർക്ക് ഭാഗ്യപൂർണവും, അതായത് നല്ല ഭാഗ്യമുള്ള കാലവും നല്ല ഐശ്വര്യമുള്ള കാലവും പുണ്യകർമ്മ അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാലവും ഉന്നതങ്ങളായിട്ടുള്ള സ്ഥാനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന കാലവും ആയിരിക്കും. അടുത്തത് 10-ാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുന്ന ബുധൻ ഉള്ള ജാതകർക്ക് ബുധൻ്റെ ദശാകാലം സർവകാര്യങ്ങളിലും വിജയങ്ങൾ ഉണ്ടാകുകയും ഉന്നതമായ പദവികളിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും വളരെ വലിയ കീർത്തിയും സമൂഹത്തിൽ നിന്ന് വളരെ വലിയ ബഹുമാന്യതയും ഉണ്ടാകുകയും സാഹിത്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കവിതാ നിർമ്മാണം, ഭാര്യ പുത്രാദികളെ കൊണ്ട് ഉള്ള സുഖങ്ങൾ, കൃഷി ഭാഗ്യം, ധാരാളമായിട്ടുള്ള ദ്രവ്യ ലാഭം, ഇതൊക്കെ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ജാതകർക്ക് വന്ന് ചേരും. അടുത്തത് 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ജാതകർക്ക് ഉദ്യോഗത്തിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റ് വല്ലവരും സംഭാവന ചെയ്യുക വഴിയോ ധാരാളമായിട്ടുള്ള ധനലാഭങ്ങൾ ആ കാലത്ത് സിദ്ധിക്കും. അതായത് ജനന സമയത്ത് 11-ാം ഭാവത്തിൽ, അതായത് ലാഭഭാവത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുമ്പോൾ, ബുധൻ്റെ ദശാകാലം വരുമ്പോൾ ജാതകർക്ക് ഈ തരത്തിലുള്ള ധനലാഭങ്ങൾ ധാരാളമായി വന്ന് ചേരും. അതുപോലെ കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്കും അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നവർക്കും ധാരാളം ധനലാഭം ഈ കാലത്ത് വന്നു ചേരും. അതായത് ഏത് വിധത്തിലും ധനലാഭം കിട്ടുന്ന കാലമായിരിക്കും അത്. അതായത് 11-ാമിടത്ത്, അതായത് ലാഭഭാവത്തിൽ ബുധൻ്റെ സ്ഥിതി, ബുധൻ്റെ ദശാകാലത്ത് ജാതകർക്ക് ധാരാളം ധനലാഭങ്ങളും മറ്റും ഉണ്ടാക്കി കൊടുക്കുന്ന കാലമായിരിക്കും. അടുത്തത് 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ജാതകർക്ക് മനക്ലേശം, സ്ഥാനഭ്രംശം, അതായത് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നും പതനം സംഭവിക്കുക, കളത്ര പുത്രാദി സുഖഹാനി, അതായത് കളത്രത്തിനും പുത്രന്മാർക്കും ഒക്കെ സുഖമില്ലാതെ വരിക, മരണഭീതി തുടങ്ങിയ അശുഭങ്ങളാണ് 12-ാമിടത്ത് ബുധൻ നിൽക്കുന്ന ജാതകർക്ക് ബുധൻ്റെ ദശാകാലം വരുമ്പോൾ വന്ന് ഭവിക്കുന്നത്. അതായത് 12-ാമിടം എന്ന് പറയുന്നത് ദുസ്ഥാനം ആണ് എന്നതാണ് കാരണം. അടുത്തത് പാപഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടികൾ ഉള്ള ബുധൻ്റെ ദശ, അതായത് ജനന സമയത്ത് ഗ്രഹനിലയിൽ ബുധൻ നിൽക്കുന്നത് പാപഗ്രഹങ്ങളുടെ യോഗം ആയിട്ടോ അല്ലെ പാപഗ്രഹങ്ങളോട് യോഗം ചെയ്തിട്ടോ അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടികളിൽ ആയിട്ടോ ആണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ ആ ജാതകർക്ക് ബുധൻ്റെ ദശാകാലം അശുഭപ്രദങ്ങളായിട്ടുള്ള കാലമായിരിക്കും. എന്നാൽ ശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്തിട്ടോ അതുപോലെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടികളിൽ നിൽക്കുന്ന ബുധനാണ് ജാതകർക്ക് ഉള്ളതെങ്കിൽ ബുധൻ്റെ ദശാകാലം ശുഭപ്രദങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതും ആയിരിക്കും. അതുപോലെ ഉച്ചരാശിയിൽ അംശകം ചെയ്ത് നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത്, അതായത് നവാംശകത്തിൽ ബുധൻ കന്നി രാശിയിൽ നിൽക്കുന്നു എങ്കിൽ ആ ജാതകർക്ക് ബുധൻ്റെ ദശാകാലം വളരെ അധികം ശ്രേഷ്ഠമായതും, എന്നാൽ നീചരാശിയിൽ അംശകം ചെയ്ത് നിൽക്കുന്ന, അതായത് നവാംശകത്തിൽ
ബുധന്റെ നീചരാശിയായിട്ടുള്ള മീനൻ രാശിയിൽ നിൽക്കുന്നു എങ്കിൽ ആ ബുധന്റെ ദശാകാലം ജാതകർക്ക് അത്യന്തം കഷ്ടതകൾ നിറഞ്ഞ കാലവും ആയിരിക്കും. അതുപോലെ ജനന സമയത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ആണ് എങ്കിൽ ആ ബുധന്റെ ദശാകാലം ജാതകർക്ക് പലവിധ ഭാഗ്യങ്ങളും ധനവും സുഖവും ധാരാളമായി കൊടുക്കുന്ന കാലമായിരിക്കും. അതായത് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബുധന് ബലം കൂടുന്നു എന്നതാണ് പ്രമാണം. അടുത്തത് ബുധദശയുടെ പൂർവാർദ്ധം ഉത്തരാർദ്ധത്തേക്കാൾ ശോഭനമായിരിക്കും. അതായത് ബുധദശ എന്ന് പറയുന്നത് 17 വർഷമാണ്. 17 വർഷത്തിൻ്റെ പൂർവാർദ്ധം, അതായത് 2 ഭാഗങ്ങളായി തിരിക്കുമ്പോൾ ആദ്യത്തെ ഭാഗം 8.5 വർഷമാണ്. ഉത്തരാർദ്ധവും 8.5 വർഷമാണ്. അപ്പോൾ ആദ്യത്തെ 8.5 വർഷം രണ്ടാമത്തെ 8.5 വർഷത്തേക്കാൾ ശോഭനമായിരിക്കും എന്നതാണ്. അടുത്തത് മേടം രാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് വിദ്യയിൽ നിന്നുള്ള ധനലാഭം ജാതകർക്ക് ലഭ്യമാകും. ഇനി രാശി ഫലങ്ങളാണ് വരുന്നത്. അടുത്തത് ഇടവം രാശിയിൽ ജനന സമയത്ത് നിൽക്കുന്ന ബുധന്റെ ദശാകാലമാണ് വരുന്നതെങ്കിൽ, അതായത് ജനന സമയത്ത് ഇടവത്തിൽ നിൽക്കുന്ന ബുധൻ ഉള്ള ജാതകർക്ക് ബുധന്റെ ദശാകാലം ധാരാളം ധനം ലഭിക്കുകയും അത് അങ്ങനെ തന്നെ ചെലവാകുകയും ചെയ്യും. ഒടുവിൽ കടബാധ്യതകൾ ശേഷിക്കുകയും ചെയ്യും എന്നതാണ് ഇടവത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലം. ധാരാളം ധനം ലഭിക്കും, അത് അതുപോലെ തന്നെ അങ്ങോട്ട് ചെലവുമാകും, ഒടുവിൽ കടം ശേഷിക്കുകയും ചെയ്യും. അടുത്തത് മിഥുനം രാശിയിൽ നിൽക്കുന്ന, അതായത് ജനന സമയത്ത് മിഥുനം രാശിയിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ ആ ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക് വളരെയേറെ സുഖാനുഭവങ്ങളും ധനവും ലഭ്യമാകും. അതിൻ്റെ കാരണം മിഥുനം രാശി ബുധന്റെ സ്വക്ഷേത്രമാണ് എന്നതാണ്. അവിടെ ബുധൻ നല്ല ബലവാനായിരിക്കും. അടുത്തത് കർക്കിടകം രാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ, അതായത് ജനന സമയത്ത് കർക്കിടകം രാശിയിൽ ബുധൻ നിൽക്കുന്നു എങ്കിൽ ആ ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക് വിദ്യയ്ക്ക് ഹാനി സംഭവിക്കുകയില്ല. അതായത് വിദ്യ തടസ്സം ഒന്നും തന്നെ സംഭവിക്കുകയില്ല. എന്നാൽ വിദ്യാഭ്യാസം മൂലം സിദ്ധിച്ചിട്ടുള്ള തൊഴിലിനും ഇടിവൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ ബന്ധുക്കൾ, മാതാവ് തുടങ്ങിയവരെ സംബന്ധിച്ച് ക്ലേശം അനുഭവിക്കും. അതിൻ്റെ കാരണം കർക്കിടകം ചന്ദ്രൻ്റെ രാശിയാണ്. ബുധനും ചന്ദ്രനുമായി ശത്രുതയുള്ള ഗ്രഹങ്ങളാണ് ബുധനും ചന്ദ്രനും. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളാണ് ജാതകർക്ക് ആ സമയത്ത് വന്ന് ചേരുന്നത്. അടുത്തത് ചിങ്ങം രാശിയിൽ ജനന സമയത്ത് നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക് സുഖം, അർത്ഥലാഭങ്ങൾ, ഉദ്യോഗലാഭം, അതായത് ഉദ്യോഗമില്ലാത്തവർക്ക് ആ സമയത്ത് ഉദ്യോഗം ലഭിക്കും. അതുപോലെ ഉദ്യോഗത്തിൽ അഭ്യുന്നതി, അതായത് ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷൻ തുടങ്ങിയ അഭ്യുന്നതിയും ഈ കാലത്ത് ഉണ്ടാകും. അതായത് ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധനാണ് ജാതകർക്ക് ഉണ്ടാകുന്നതെങ്കിൽ ബുധന്റെ ദശാകാലത്ത് ഉദ്യോഗലാഭമോ അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ പ്രമോഷൻ തുടങ്ങിയ ഉന്നതികളോ ലഭ്യമാകും. അടുത്തത് കന്നി രാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലം അത് ശോഭനമായ കാലമായിരിക്കും. കാരണം കന്നിരാശിയിൽ നിൽക്കുന്ന ബുധൻ എന്ന് പറയുന്നത് ബുധന്റെ ഉച്ചസ്ഥാനമാണ്. ആ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ബുധന്റെ ദശാകാലം ജാതകർക്ക് വളരെയേറെ ശോഭനമായിട്ടുള്ള കാലം ആയിരിക്കും. അടുത്തത് തുലാം രാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലം കളത്ര പുത്രാദികളുടെ വെറുപ്പ്, അതായത് തുലാം ശുക്രന്റെ രാശിയാണ്. അവിടെ ബുധൻ നിൽക്കുമ്പോൾ ജാതകർക്ക് വന്ന് ഭവിക്കുന്നത് ഭാര്യയോടോ ഭർത്താവിനോടോ, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ ഭാര്യയോട്, സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനോട്, അതുപോലെ സന്താനങ്ങളോട്, ഇവരോടൊക്കെ വെറുപ്പ് തോന്നുക,
അവർക്ക് വേണ്ടിയുള്ള ധനനഷ്ടം സംഭവിക്കുക, മനസ്സിന് വല്ലാതെയുള്ള ക്ലേശങ്ങൾ അനുഭവമാകുക, സാഹിത്യ സംബന്ധമായ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളാണ് ആ കാലത്ത് സംഭവിക്കുന്നത്. തുലാം രാശി അഷ്ടമഭാവമായി, അതായത് 8ാം ഭാവമായി അവിടെ ബുധൻ പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിൽക്കുന്നു എങ്കിൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ നിശ്ചയമായും അതുപോലെ പൂർണ്ണമായും അനുഭവിക്കുക തന്നെ വേണ്ടിവരും. അടുത്തത് വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക് പലവിധങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ ഇടയാകും. ധനനഷ്ടം, സ്ഥാനഭ്രംശം, മാനഹാനി തുടങ്ങിയ അശുഭങ്ങൾ ധാരാളമായി വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് സംഭവിക്കും. കാരണം വൃശ്ചികം രാശി ചൊവ്വയുടെ രാശിയാണ്. ചൊവ്വയും ബുധനുമായി ശത്രുത ഉള്ള ഗ്രഹം ആണ്. അടുത്തത് ധനുരാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലം ധനസമൃദ്ധി, സുഖം, ഉദ്യോഗലാഭം, അതായത് ഉദ്യോഗമില്ലാത്തവർക്ക് ആ കാലത്ത് ഉദ്യോഗം ലഭിക്കുക തുടങ്ങിയ ശുഭങ്ങൾ ഉണ്ടാകും. എന്നാൽ എത്ര പണം കിട്ടിയാലും തികയുകയില്ല ആ സമയത്ത് എന്ന ഒരു ന്യൂനത ആ സമയത്ത് ഉണ്ടാകും. അതുകൊണ്ട് ജാതകർ നിരന്തരം കടം വാങ്ങിക്കുവാൻ നിർബന്ധിതമായി മാറുകയും ചെയ്യും. ദേഹത്തിൽ പൊള്ളലോ വ്രണമോ ഉണ്ടാകും. ഇതാണ് പൊതുവെ അശുഭ ഫലമായി വരുന്നത്. അതായത് ദേഹത്തിൽ തീപ്പൊള്ളൽ അനുഭവപ്പെടാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വ്രണമുണ്ടാകാനുള്ള യോഗം, ഇതൊക്കെയാണ് ആ കാലത്ത് ഉണ്ടാകുന്നത്. ധനു രാശിയിൽ നിൽക്കുന്ന ബുധൻ എങ്കിൽ പോലും ജാതകർക്ക് യോഗകാരകനാണ്. അതായത് ആ കാലത്ത് ധാരാളമായ ധനസമൃദ്ധിയും ഉദ്യോഗലാഭം, അതായത് ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗമൊക്കെ കിട്ടുന്ന കാലമാണ്. അടുത്തത് മകരം രാശിയിൽ ജനന സമയത്ത് ബുധൻ നിൽക്കുന്നുവെങ്കിൽ ആ ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക് സദാ പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതായത് പണത്തിന് വളരെ വലിയ ദാരിദ്ര്യം നേരിടുന്ന ഒരു കാലമായിരിക്കും അത് എന്നാണ്. അതുപോലെ മനക്ലേശവും ഉണ്ടായിക്കൊണ്ടിരിക്കും. പണത്തിന് ബുദ്ധിമുട്ടും അതുപോലെ മനസ്സിന് വല്ലാത്ത വിഷമങ്ങളും ഒക്കെ ആ കാലത്ത് വന്നു ചേരും. കുംഭം രാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് ശത്രുക്കളിൽ നിന്ന് വളരെ വലിയ പീഡകൾ ഉണ്ടാകുക, കണ്ണുകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു ചേരുക, ധാരാളം ധനനാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് കുംഭം രാശിയിൽ ബുധൻ ജനന സമയത്ത് നിൽക്കുന്നു എങ്കിൽ ആ ജാതകരെ ബുധന്റെ ദശാകാലത്ത് കാത്തിരിക്കുന്ന അശുഭകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ. അടുത്തത് മീനം രാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക് ദുഷ്കീർത്തികൾ ഉണ്ടാകുക, സ്ഥാനഭ്രംശം സംഭവിക്കുക, അതായത് സ്ഥാനത്തിൽ നിന്നും വളരെ വലിയ പതനം ഉണ്ടാകുക, ജീവിതത്തിൽ ദാരിദ്ര്യം എന്താണ് എന്നുള്ളത് വളരെ ശരിയാവണ്ണം അനുഭവം ആകുക തുടങ്ങിയ കാര്യങ്ങളാണ് മീനം രാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് സംഭവിക്കുന്നത്. അതിൻ്റെ കാരണം മീനം രാശി ബുധന് നീചരാശിയാണ് എന്നതാണ്. അടുത്തത് സൂര്യൻ്റെ യോഗ ദൃഷ്ടികളോടുകൂടി, അതായത് സൂര്യനുമായി യോഗം ചെയ്തിട്ടാണ് ബുധൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ സൂര്യൻ്റെ ദൃഷ്ടിയിലാണ് ബുധൻ ഗ്രഹനിലയിൽ നിൽക്കുന്നത് എങ്കിൽ ജാതകർക്ക് ബുധൻ്റെ ദശാകാലം മാതാവിന് ദോഷം സംഭവിക്കുന്ന കാലമായിരിക്കും. എന്നാൽ ചന്ദ്രൻ്റെ യോഗ ദൃഷ്ടികളോടുകൂടി നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് അല്പമായിട്ടുള്ള ധനലാഭവും അല്പമായ സുഖവുമാണ് ആ കാലത്ത് ജാതകരെ കാത്തിരിക്കുന്നത്. അടുത്തത് ചൊവ്വയുടെ യോഗമോ അതുപോലെ ദൃഷ്ടിയോ ആണ് എങ്കിൽ ആ ജാതകർക്ക് ബുധൻ്റെ ദശാകാലത്ത് വ്രണസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും. ചൊവ്വയും ബുധനുമായി ശത്രുതയിലാണ് അല്ലെങ്കിൽ ശത്രുഗ്രഹങ്ങളാണ് എന്നത് ഈ സമയത്ത് ഓർക്കുക. അതുപോലെ വ്യാഴത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ ബുധന് ഉണ്ടായിരുന്നാൽ
ആ ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക് ആദ്യം എല്ലാ കാര്യങ്ങളിലും വിജയവും ഒടുവിൽ പലവിധങ്ങളായ നാശങ്ങളും സംഭവിക്കും. ഭൂമി ലാഭം, ഉദ്യോഗ ലാഭം ഇവയ്ക്കൊന്നും ഹാനി സംഭവിക്കുകയില്ല. അതായത് വ്യാഴത്തിൻ്റെ യോഗമോ ദൃഷ്ടിയിലോ ആണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ആദ്യം കുറച്ച് തടസ്സവും ഒടുവിൽ പലവിധങ്ങളായിട്ടുള്ള നാശങ്ങളുമാണ് വരിക. ആദ്യം സർവ്വകാര്യങ്ങൾക്കും വിജയവും ഒടുവിലായി വരുന്നത് പലവിധ കാര്യങ്ങൾക്കും നാശവും സംഭവിക്കും. എന്നാൽ ആ കാലത്ത് ഉദ്യോഗ ലാഭം ഉണ്ടാകും. അതായത് ജോലി കിട്ടുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകുകയില്ല എന്നതാണ്. അടുത്തത് ശുക്രന്റെ യോഗത്തോടു കൂടിയോ അല്ലെങ്കിൽ ദൃഷ്ടികളോടു കൂടിയോ ആണ് ഗ്രഹനിലയിൽ ബുധൻ നിൽക്കുന്നത് എങ്കിൽ ബുധന്റെ ദശാകാലം ജാതകർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള കാലമായിരിക്കും. ധാരാളം ശുഭ ഫലങ്ങൾ ജാതകർക്ക് ആ കാലത്ത് വന്ന് ചേരും. അടുത്തത് രാഹു കേതുക്കളുമായി യോഗ ദൃഷ്ടികളിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ ആ ബുധന്റെ ദശാകാലത്ത് ജാതകർക്ക് പലവിധങ്ങളായിട്ടുള്ള ക്ലേശങ്ങളും വന്നു ചേരും. എന്നാൽ മറ്റ് ഏതെങ്കിലും ഒരു ശുഭഗ്രഹം കൂടി അവിടെ ഉണ്ട് എങ്കിൽ പ്രസ്തുത ദോഷഫലം അങ്ങനെ തന്നെ സംഭവിക്കുകയില്ല. ബുധന്റെ കാരകത്വമുള്ള വിദ്യാസംബന്ധമായ അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തന സംബന്ധമായ കാര്യങ്ങൾക്ക് തക്കതായിട്ടുള്ള പ്രതിഫലം ആ പാപന്മാർ കൊടുപ്പിക്കുകയില്ല എന്നതാണ് അവിടെ വരുന്ന വിഷമതകൾ. വിദ്യയ്ക്ക് തന്നെ തടസ്സവും വരുത്തും. അതാണ് രാഹു കേതുക്കൾ എന്ന പാപഗ്രഹങ്ങളുമായി ബുധന് യോഗമോ ദൃഷ്ടിയോ ഉണ്ടാകുമ്പോൾ വന്നു ചേരുന്ന വിഷമതകൾ. അടുത്തത് ഗുളികനുമായി ചേർന്ന ബുധന്റെ ദശയും അത്യന്തം അനിഷ്ടപ്രദമായിരിക്കും. അതായത് ഗുളികന്റെ യോഗത്തിലോ അല്ലെങ്കിൽ ഗുളികന്റെ ദൃഷ്ടിയിലോ ആണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ ജാതകർക്ക് ബുധന്റെ ദശാകാലം വളരെയധികം അനിഷ്ടങ്ങൾ വന്ന് നിറയുന്ന കാലം ആയിരിക്കും. ഇതാണ് ബുധനുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ വിശേഷങ്ങളും. അതായത് ജാതകത്തിൽ ബുധന്റെ സ്ഥിതി എങ്ങനെയായിരുന്നാലും അതിൻ്റെ ഫലം മേൽപ്പറഞ്ഞവ ആയിരിക്കും എന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും 9650232894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.